ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഇന്ന് നമുക്കൊരു എക്സ്പ്ലോർ ആണ്. നമ്മളൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോയ എവിടാന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വീട്ടിലെ സ്വന്തം പറമ്പ്. നമ്മുടെ പപ്പ അമ്മയൊക്കെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ വീട് നിൽക്കുന്ന സെൻറ്ററിലാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഉണ്ട് കൃഷി. അപ്പം ആദ്യം നമുക്ക് ബാക്ക് സൈഡിൽ എന്തൊക്കെയാന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഫ്രണ്ട് സൈഡിലോട്ട് പോകാമേ. ബാക്ക് സൈഡിലാണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പം അത് നിങ്ങളെ ആദ്യം കാണിക്കാമെന്ന് കരുതി. അപ്പം ഞാനും നമ്മുടെ വാവക്കുട്ടനും കുഞ്ഞും കൂടെ കേട്ടോ ഇന്നൊരു എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. കുഞ്ഞുമാണ് നമുക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. അപ്പം ഞാനും വാവക്കുട്ടനും ഇങ്ങനെ എല്ലാം പറഞ്ഞൊക്കെ തരാം എന്തൊക്കെയാണ്. അപ്പം ആദ്യം നമുക്ക് നമ്മുടെ പറമ്പിലോട്ട് പോകാം, കൃഷി സ്ഥലത്തോട്ട് പോകാം. വാവക്കുട്ടൻ പോയിട്ടെ. മേളിലുള്ള തുണ്ടില് പറമ്പെന്നൊക്കെ പറയാം വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ എന്തൊക്കെയാ കൃഷി ചെയ്തേക്കുന്നത് നോക്കാം, എന്നിട്ട് നമുക്ക് മേളോട്ട് പോകാം. ഓക്കെ, ഇതാ ഇവിടെ കണ്ട് ഇങ്ങനെ ചെറിയൊരു പന്തല്, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പന്തലൊക്കെ ചെയ്തിട്ടുള്ള കൃഷികള്. എൻ്റെ വീട്ടിലില്ലേ, അതുകൊണ്ടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇതാ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തുവാ ഉള്ളതെന്ന് വെച്ചാൽ 1, 2, 3 പയറ്, 3 പയറിനല്ല 3 പയർ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അത് 3 സൈഡിലായിട്ട് നട്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ദാണ്ടെ പാവലാണ്. പാവലിന്റെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ദാണ്ടെ ഇവിടെ ചെറിയൊരു പാവയ്ക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള എന്തുവാ ജൈവവളം മാത്രമാണല്ലോ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കൃഷി ചെയ്യുന്നത്, ഞാൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അത് ഇത്രയാ ഇവിടെ ചെയ്തേക്കുന്നത്. പിന്നെ ദാണ്ടെ ചേന 1, ഇവിടെ വേറെ 2, അതിന് തൊട്ട് ബാക്കിലും ഉണ്ട് കേട്ടോ. അപ്പൊ 2 ചേനയുണ്ട്. പിന്നെ എന്തോ ഒരു കുഞ്ഞത് നട്ടിട്ടുണ്ട്. ഇവിടെ 1, 2, 3, 4 സൈഡിൽ നട്ടിട്ടുണ്ട്. എന്തോ സാധനം എനിക്കറിയത്തില്ല. അതിന് കിളിച്ച് വരുമ്പോൾ, കിളിച്ച് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. കുറച്ചുകൂടെ ഒക്കെ വലുതായാലും അറിയത്തുള്ളൂ എന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമുക്കുള്ളത് കണ്ട് ചെറിയൊരു കാപ്പിയുണ്ട്. വാക്കൂട്ടിന് ആ കാപ്പി കുരു മൊത്തം അവിടെ നിന്ന് പറിച്ചെടുക്കുന്നുണ്ട്. വാക്കൂട്ടൊന്ന് കാണിച്ചേ. എൻ്റെ വാക്കൂട്ടം കാപ്പിക്കുരു എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു കാപ്പി കേട്ടോ, അത് കാപ്പിക്കുരു ഒക്കെ ആയിട്ടുണ്ട്. ഇത് ഇത്രയായിട്ട് നമ്മുടെ ഈ ഒരു തുണ്ടിലുണ്ട്. പിന്നെ 2 തെങ്ങും ഉണ്ട്. ഇത്രയുള്ളൂ. ഇതിൻ്റെ അപ്പുറം സൈഡിലുണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്മളിത് കുറച്ച് പോർഷനെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറം സൈഡിലും കുറച്ചുണ്ട്. അവിടെ എന്തുവാ നമുക്കിനി പോയി നോക്കാം. ബാ. ഇവിടെ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തുണ്ട് തന്നെ, അതിന്റെ ഈ സൈഡില് ഫുള്ള് വാഴ കേട്ടോ. ഇവിടെ ഫുള്ള് വാഴ വെച്ചൊക്കെ ഒരു 3-4 വാഴയുണ്ട്. അതിലൊരു വാഴക്കൊലയുണ്ട്. കണ്ട അവിടെ ഒരു വാഴക്കകത്ത് വാഴക്കൊലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് വാഴക്കൊലയാണെന്നൊന്നും എനിക്കറിയത്തില്ല, അറിയുന്നത് കമന്റ് ചെയ്യാം. അപ്പൊ അവിടെ വാഴക്കൊലയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു കാപ്പിയുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ചേന നട്ടിട്ടുണ്ട്. പിന്നെ വാഴകൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് മേലോട്ട് പോവാം. അതാണ്ട് ഇവിടെ ഒരു കാന്താരി ഉണ്ട്. എല്ലാം പഴുത്ത് നിൽക്കുക കേട്ടോ. കുറേ ഉണ്ട്, എല്ലാം പഴുത്ത് നിൽക്കുക. പറിച്ചിട്ടൊന്നുമില്ല, എല്ലാം പഴുത്ത് നിൽക്കുമായിരിക്കും. ബാ, ഇനി നമുക്ക് മേളോട്ട് പോവാം. അപ്പൊ നമ്മൾ ഇതാണ്ട് അടുത്ത തുണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി ഏറെ ഉണ്ട് കേട്ടോ സ്ഥലം. മറ്റേത് കുറച്ചേ ഉള്ളായിരുന്നു, ഇവിടെ കുറച്ചേറെ ഉണ്ട്. 3-4 തുണ്ടുകൾ ഒരുമിച്ചുള്ളതാ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്തുവാന്നൊക്കെ നോക്കാം. വാവക്കൂട്ടൻ ക്ഷീണിച്ചു, ആൾക്ക് നടക്കാൻ വരുന്ന പറഞ്ഞ് തോളത്ത് കയറിയിട്ടുണ്ടേ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്തൊക്കെയുള്ള നോക്കാം. ബാ. നമുക്കൊരു പച്ചയും ഒരു പഴുത്തയും കിട്ടിയിട്ടുണ്ടേ. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ നോക്കാം അല്ലേ. കഴിയൊന്നുമില്ല, ഞങ്ങൾ തിന്നുവാ. പഴുത്ത നല്ല മധുരം ഉണ്ട് കേട്ടോ. ഭയങ്കര പുളിയില്ല, എന്നാൽ മധുരം, ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. വാക്കൂട്ടിനും കൊടുക്കും കേട്ടോ. നല്ല പുളിയ, അല്ല ഫുള്ള് ചെറുപയറാട്ടോ. ചെറുപയർ തന്നെയാണ്. നമുക്കൊരു കയറണ്ട, നട്ട് വെച്ചേക്കുന്നുള്ളൂ. ഇത് ഫുള്ള് ചെറുപയറാട്ടോ.
ഇവിടെ ഫുള്ള് ചെറുപയർ നട്ടേക്കുക. പിന്നെ ചിലയിടത്ത് കുറച്ച് ഇഞ്ചിയൊക്കെ ഉണ്ട്. പിന്നെ ഉള്ള വ്യൂ ഉണ്ടോ? അപ്പൊ ഓക്കെ, ഏതാണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ചെറിയ കൃഷിത്തോട്ടമോ കൃഷിയോ എന്നൊക്കെ പറയാം. നമ്മൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നവരൊന്നും അല്ല. പിന്നെ നമ്മുടെ സ്ഥലം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നു. ഇതിനു മുമ്പ് വാഴയായിരുന്നു. അപ്പൊ വാഴയെല്ലാം കാറ്റ് ഏറ്റവും വലിയ ഇത്രയും പൊക്കം ഹൈറ്റുള്ള ആയതുകൊണ്ട് പ്രദേശം കൊണ്ട് കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വാഴയൊക്കെ ഒത്തിരി തവണ ഒടിഞ്ഞു വീണ് നമുക്ക് വാഴക്കൊലൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം പപ്പയമ്മയും മൊത്തം കാന്താരി വെച്ചു. അത് വെള്ള കാന്താരി. അപ്പൊ അതിനെല്ലാം താങ്ങ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മറ്റേ തകര കേട്ടോ. ഇത് അമ്മ മിക്ക ദിവസങ്ങളും തോരൻ വയ്ക്കും. നല്ലതാണ്. ഞാൻ കഴിക്കാറില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. എന്റെ മണം ഇങ്ങനെ ഭയങ്കര എന്തോ ഇതുപോലെ. നമുക്ക് ഇവിടെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല. തൊട്ട് മേളിലും ഉണ്ട്, അത് സെയിം ഇത് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് കേട്ടോ ഞാൻ മേളിലോട്ട് കൊണ്ടുപോകാത്തെ. ഇനി നമുക്ക് വീടിന് താഴെ എന്തൊക്കെയാന്ന് നോക്കാം. വാക്കുടിനെ കൊണ്ട് ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നമ്മുടെ മേൽ എല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് താഴെ ഉണ്ട് കേട്ടോ കുറച്ച് കൃഷികള്. അതെന്തുവാന്ന് നോക്കാമേ. അപ്പൊ നമ്മുടെ വീട് തൊട്ട് താഴത്തുള്ള പറമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ചീനിയാട്ടോ, മരച്ചീനിയാണ്. നമ്മുടെ കപ്പ അതിവിടെ ഫുള്ള് ഞാനും വാക്കുടിന് ഇങ്ങനെ കപ്പയ്ക്കിടയിലൂടെ ഒക്കെ നടക്കുക. അപ്പൊ നമ്മുടെ ഇവിടെ ഫുള്ള് കപ്പ. പിന്നെ ദാണ്ട് ചേനയുണ്ട് കേട്ടോ. എൻ്റെ അത്രയുള്ള ചേനയൊക്കെ ഉണ്ട്. ചേനയുണ്ട്. പിന്നെ ഇതാ ഇവിടെ 2 വാഴയുണ്ട്. ഈ 2 വാഴയും കൊലച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇവിടെ ഒരു വാഴക്കൊലയുണ്ട്. ഇവിടെ വേറൊരു വാഴക്കൊലയാ. 2 വാഴയാന്ന് തോന്നുന്നു, അറിയത്തില്ല. പിന്നെ ദാ അവിടെ ഒരു ഇരുമ്പുംപുളിയാട്ടോ. അതങ്ങനെ കായ്ക്കാറുമില്ല, പൂക്കാറുണ്ട്. ഇതാണ്ട് ഇപ്പോഴും അതിന്റെ പൂവൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കായ്ച്ചായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ അതാണേ. പിന്നെ ഇവിടെ ഫുള്ള് അങ്ങോട്ടെല്ലാം ചീനി തന്നെ നട്ടേക്കുന്നത്. ഇവിടെ ചീനിയൊക്കെ ഉണ്ട്. നമുക്ക് പന്നിയുടെ ശല്യം ഇതുവരെ ഇവിടെ വലുതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എലിയുണ്ട്. എലിയുടെ ശല്യം വന്ന് ചീനിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അല്ല പന്നി ശല്യം വലുതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ചീനിയൊന്നും പോയിട്ടില്ല. ഇവിടെ ഫുള്ള് ചീനിയും. പിന്നെ ഒരു മുരിങ്ങയുണ്ട്. 2 മുരിങ്ങമരമുണ്ട് കേട്ടോ. ഒന്ന് അത്ര അങ്ങോട്ട് ശരിയാണ്. ഇതാ ആദ്യം നട്ടത്, പക്ഷെ അത് ശരിയായിട്ടില്ല. അതിനപ്പുറത്തിലാണ് മുരിങ്ങയൊക്കെ ഉള്ളേ. പിന്നെ ഇത്രയാണ് നമ്മുടെ ഈ പറമ്പിലുള്ള കൃഷികൾ. വലുതായിട്ടൊന്നുമില്ല. എല്ലാ വർഷവും കൃഷികൾ ചെയ്യാറുണ്ട്. എനിക്ക് മതി ആക്കോട്ടും പുളി കളഞ്ഞിട്ടില്ല. എല്ലാ വർഷവും കൃഷി ചെയ്യുന്നുണ്ട്. കൂടുതലും ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള വാഴ കൃഷിയാണ്. അപ്പം 1-2 തവണ വാഴകളെല്ലാം കൃഷി ചെയ്തിട്ടും നല്ല മഴയും കാറ്റും വന്ന് ഫുള്ള് പോവുക ചെയ്ത്. നമുക്ക് നല്ലപോലെ ഒന്നും വാഴക്കൊലകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം പപ്പയമ്മ നല്ല വെള്ള കാന്താരിയാണ് കൃഷി ചെയ്തത്. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, കാന്താരി നമുക്ക് തരാം. അപ്പം കാന്താരിയാണ് കൃഷി ചെയ്തേക്കുന്നത്. അത് കൂടുതൽ മേളില്. അപ്പം വലിയ മേളിലാണെങ്കിൽ പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടോട്ട് അങ്ങനെ താഴ്ഭാഗത്ത് പന്നി ശല്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഫുള്ള് ചീനിയും ചേനയും ഒക്കെ കൃഷി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിളവൊക്കെ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.